അത് വളരെ കഷ്ടമാണ്. കാര്യം ബസ് കാത്തു നിന്നവരുടെ നെഞ്ചത്തേക്ക് ബസ് ഷെൽട്ടറിലേക്ക് ബസ് ഇടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഡ്രൈവർക്ക് കാര്യമായ എന്തോ തകരാറുണ്ട്. ഒന്നുകിൽ അയാൾ മയക്കുമരുന്നിന്റെ അടിമയായിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് വേറെന്തെങ്കിലും അസുഖം ഉണ്ടാവും. കാര്യം നേരെ ചൊവ്വേ ബസ് ഓടിക്കുന്ന ഒരു ബസ് ഡ്രൈവറും ബസ് ഷെൽട്ടറിലേക്ക് ഇടിച്ചു കയറിയ ആൾക്കാരെ കൊല്ലാൻ ശ്രമിക്കില്ല. അപ്പൊ അത് വളരെയേറെ ഗൗരവത്തോടെ ഈ തൂഫാൻ കൺട്രോൾ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും എക്സൈസ് ഡിപ്പാർട്ട്മെന്റും ഡ്രൈവർമാരുടെ ഈ അമിതമായിട്ടുള്ള മയക്കുമരുന്ന് ഉപയോഗം കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ ഈ പ്രൈവറ്റ് ബസ് ഇടിച്ചു കയറിയത് റെഗുലറായിട്ട് ആ റൂട്ടിലൂടെ ഓടുന്ന ബസ് തന്നെയാണ്, അത് റെഗുലറായിട്ട് ഓടിക്കുന്ന ഡ്രൈവർ തന്നെയാണ്. അപ്പൊ അയാൾക്ക് ആ ബസിന്റെ ജഡ്ജ്മെന്റ് അറിയാം. ബസ് ഷെൽട്ടർ മാറിയിട്ടാണ്, കാരേജ് വേയിൽ നിന്ന് മാറിയിട്ട് സേഫ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ബസ് ഷെൽട്ടർ പണിഞ്ഞേക്കുന്നത്. അതിനകത്ത് നിന്ന പാവപ്പെട്ട യാത്രക്കാര് അവരുടെ ദേഹത്തേക്ക് ശരീരത്തേക്ക് ഇടിച്ചു കയറി അവരെ കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഡ്രൈവർക്ക് കാര്യമായി എന്തോ മാനസിക പ്രശ്നങ്ങളുണ്ട്. അയാള് ഒന്നുകിൽ അമിതമായിട്ട് മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മയക്കുമരുന്നിന്റെ അടിമയാണ്. ആ ഡ്രൈവറെ വെറുതെ വിട്ടുകൂടാ. കാര്യം മറ്റൊരു സോഴ്സ് ഓഫ് ആക്സിഡന്റും അവിടെ ഇല്ല. ക്ലീൻ ആയിട്ട് കിടക്കുന്ന റോഡില് ബസ് ഷെൽട്ടർ റോഡിൽ നിന്ന് മാറിയാണ് അത് ഉയർത്തിയേക്കുന്നത്. അപ്പൊ സുരക്ഷിതമായിട്ട് ഓടാനുള്ള യോഗ്യതയുള്ള റോഡിൽ സുരക്ഷിതമായ ബസ് ഷെൽട്ടറിനകത്ത് നിന്ന് യാത്രക്കാരുടെ ദേഹത്തേക്ക് ബസ് ഇടിച്ച് കയറ്റിയിട്ടുണ്ടെങ്കിൽ ബസിന്റെ തകരാറ് പരിശോധിക്കണം, ഒന്ന്. രണ്ട്, ഈ ഡ്രൈവറുടെ ഡ്രൈവബിലിറ്റി പിന്നെ ഹെൽത്ത് കണ്ടീഷൻസ് ശക്തമായി പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അതെ, അതോടൊപ്പം തന്നെ ഈ പ്രൈവറ്റ് ബസ്സുകളുടെ മത്സരയോട്ടം അല്ലെങ്കിൽ അമിത വേഗത അത് പലതവണ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അതിനൊന്നും ഒരു നീക്കുപോക്ക് ഇപ്പോഴും ഉണ്ടായിട്ടില്ല. എന്താണ് ഇതിലൊരു അലംഭാവം അധികൃതരുടെ ഭാഗത്തു നിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നത്? അതായത് പ്രൈവറ്റ് ബസ്സുകൾ കേരളത്തിൽ ഉടനീളം ഉണ്ടെങ്കിലും തൃശ്ശൂർ തൊട്ട് വടക്കോട്ട്, പാലക്കാട് തൊട്ട് വടക്കോട്ടുള്ള മേഖലകൾ, മലബാർ ഏരിയയിലാണ് ഈ പ്രൈവറ്റ് ബസ് ആളെക്കൊല്ലി ബസ്സുകളായിട്ട് മാറുന്നത്. അത് അവിടുത്തെ ട്രാഫിക് എൻഫോഴ്സ്മെന്റ് ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാര്, പ്രത്യേകിച്ച് മോട്ടോർ വാഹന വകുപ്പാണ് ഈ ബസിന്റെ സമയക്രമവും അവരുടെ റോഡ് വർത്തിനെസ്സും അവരുടെ ഡ്രൈവിംഗ് രീതിയും ഒക്കെ ചെക്ക് ചെയ്തിട്ട് അവർക്ക് ഫൈൻ കൊടുക്കുകയും ബസിന്റെ പെർമിറ്റ് പോലും ക്യാൻസൽ ചെയ്യാവുന്ന രീതിയിലുള്ള ഓട്ടങ്ങളാണ് അവർ ഓടുന്നത്. കേരളത്തിൽ 8000-ൽ താഴെ ബസ്സുകളേ ഉള്ളൂ, പ്രൈവറ്റ് ബസ്സുകൾ. പക്ഷെ അത് ദിവസം 2 പേരെ കൊന്നുകൊണ്ടിരിക്കുന്ന ഒരു രീതി ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മഴക്കാലത്ത് പോലും പ്രോപ്പറായിട്ട് അവർ ബസ് ഓടിക്കുന്നില്ല എങ്കിൽ അത് ഈ പറഞ്ഞ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ ഒരു ശ്രദ്ധക്കുറവാണ്. അത് മോട്ടോർ വാഹന വകുപ്പ് പരിശോധിക്കേണ്ടതാണ്. എന്തുകൊണ്ട് അവരുടെ നിയന്ത്രണത്തിലുള്ള ബസ്സുകൾ, പ്രത്യേകിച്ച് ആളെ കയറ്റിക്കൊണ്ടുപോയി സുരക്ഷിതമായി യാത്ര ചെയ്യേണ്ട സ്വകാര്യ ബസ്സുകൾ, സ്റ്റേജ് കാരിയേഴ്സ് ആണ്, അതിന് സമയക്രമമുണ്ട്, അതിന് സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ട്, മിക്ക വണ്ടിക്കും സ്പീഡ് ഗവർണർ ഉണ്ട്. അപ്പോ ബസ് ഷട്ടറിലേക്ക് ഇടിച്ചു കയറി ഒരു അപകടം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഒന്നുകിൽ ഡ്രൈവറുടെ പിഴവാകാം, അല്ലെങ്കിൽ ബസിന്റെ ഏതെങ്കിലും രീതിയിലുള്ള ടയർ റോഡ് പൊട്ടിപ്പോവുകയോ അല്ലെങ്കിൽ സ്റ്റിയറിങ്ങിന്റെ മറ്റ് കണക്ഷൻ എൻഡ് അതൊക്കെ പൊട്ടിപ്പോയാലും ഇങ്ങനെ സംഭവിക്കാം. പക്ഷെ ഡെയിലി പല പ്രാവശ്യം അതേ റൂട്ടിൽ പോകുന്ന ഒരു ബസ്, അതേ ഡ്രൈവർ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാക്കാനുള്ള സാധ്യത കുറവാണ്. അപ്പൊ ആ സാധ്യതയുടെ വെളിച്ചത്തിൽ ഡ്രൈവറുടെ ഈ മയക്കുമരുന്ന് കഴിക്കുന്ന ആളാണോ, ആരോഗ്യ പ്രശ്നങ്ങളുള്ള ആളാണോ, ഇതൊക്കെ മോട്ടോർ വാഹന വകുപ്പ് ചെക്ക് ചെയ്യേണ്ടതായിട്ടാണ്. കർശനമായി ചെക്കിങ് നടക്കുന്നില്ല എന്നുള്ള പരാതി ഇതിൻ്റെ കൂടെ ഞാൻ പറയുകയാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ മറ്റൊരു അപകടം കോഴിക്കോടാണ് ഉണ്ടായിട്ടുള്ളത്. എടവണ്ണ കൊയിലാണ്ടി സംസ്ഥാന പാതയിലാണ് ഈ അപകടം. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഈ മിനി പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് മറിഞ്ഞു. അതിന്റെ ഈ സമീപത്തൊന്നും വേറെ വാഹനങ്ങൾ ഇല്ലാതിരുന്നത് വലിയൊരു അപകടത്തിന്റെ വ്യാപ്തി തന്നെ കുറച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ, അല്ലെ? ഈ മഴയാണോ ഇവിടെയും വില്ലനായതെന്ന് മനസ്സിലാക്കേണ്ടത്? അല്ല, താങ്കൾ പറഞ്ഞ വളരെ വളരെ ശരിയാണ്. ഞാൻ അങ്ങേ അനുമോദിക്കുന്നു. കാര്യം ഇത് നമ്മുടെ കേരളത്തിൽ 6 മാസം മഴക്കാലമാണ്. അതിന്റെ അർത്ഥം അപകടങ്ങൾ ഉണ്ടാക്കുകയല്ല മഴക്കാലത്ത് വേണ്ടത്. ഇത് ഭാഗ്യം കൊണ്ടാണ് പല റോഡപകടങ്ങളിലും ആൾക്കാർ പെടാത്തതും മരിക്കാത്തതും. ഈ പർട്ടിക്കുലർ ആക്സിഡന്റ് തന്നെ ഉണ്ടായത് ഈ പിക്കപ്പ് ഡ്രൈവർ റേസിംഗ് കാർ ഓടിക്കുന്ന സ്പീഡിലാണ് ഓടിക്കുന്നത്. അദ്ദേഹത്തിന് വണ്ടിയുടെ ടയറിന്റെ വിശേഷങ്ങൾ, അതായത് ഈ പിക്കപ്പിനൊക്കെ പിന്നിൽ 2 ചക്രങ്ങളേ ഉള്ളൂ. ആ 2 ചക്രങ്ങൾ എന്ന് വെച്ചാൽ പാളിപ്പോകാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അതിന്റെ റോഡിന്റെ വെറ്റ് സർഫസ് ആണ്. റോഡ് കണ്ണാടി മാതിരി മൃദുലമായിട്ടുള്ള സർഫസ് ആണ്. അതേപോലെ തന്നെയാണ്
തെന്നി മാറാനുള്ള സാധ്യത ഡ്രൈവർക്ക് മുൻകൂട്ടി കാണാൻ സാധിക്കും. മഴയല്ലേ, മഴക്കാലമല്ലേ. അപ്പൊ മഴയത്ത് എങ്ങനെ പ്രോപ്പറായിട്ട് വാഹനം ഓടിക്കണം എന്നുള്ള പരിചയക്കുറവ് ഡ്രൈവർക്കുണ്ടാകും. പക്ഷെ എന്റെ അനുഭവത്തിൽ ഞാൻ ഈ അടുത്ത സമയത്ത് പെരുമ്പാവൂർ പോലും ഒരു ഡ്രൈവറെ കണ്ടു. അയാൾ മയക്കുമരുന്ന് ഓടിച്ചിട്ട് എന്തും വരട്ടെ എന്നുള്ള അസാമാന്യ ധൈര്യത്തിലാണ് പലപ്പോഴും മഴക്കാലത്ത് വണ്ടി പിക്കപ്പുകാർ ഓടിക്കുന്നത്. ഈ പിക്കപ്പുകാര് പൊതുജനങ്ങൾക്കൊരു ജീവന് ഭീഷണിയാണ്. അവരുണ്ടാക്കുന്ന അപകടങ്ങൾ വളരെ വളരെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. MVDയുടെ ശ്രദ്ധ ഇത്തരം പിക്കപ്പ് ഓടിക്കുന്ന ഡ്രൈവർമാരിൽ വേണം. തൂഫാൻ പോലീസ് നിർബന്ധമായിട്ടും അവരെ ചെക്ക് ചെയ്യണം. അവർ ക്യാരി ചെയ്യുന്നുണ്ടോ എന്ന് മാത്രമല്ല, അവർ കൺസ്യൂം ചെയ്യുന്നുണ്ടോ. മയക്കുമരുന്ന് നല്ലവണ്ണം കൺസ്യൂം ചെയ്യുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. അത് ബഹുമാനപ്പെട്ട DGPയും IGP എൻഫോഴ്സ്മെന്റും തൂഫാൻ ഡീൽ ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഡ്രൈവർമാര് അവരുടെ പോക്കറ്റിലും അവരുടെ വായിലും അവർ കൺസ്യൂം ചെയ്യുന്നതാണോ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് ലിക്കർ ആണോ, അണ്ടർ ദ ഇൻഫ്ലുവൻസ് ഓഫ് നാർക്കോട്ടിക് സബ്സ്റ്റൻസ് ആണോ എന്നുള്ളത് ഈ തൂഫാൻ പോലീസ് ഒന്ന് ചെക്ക് ചെയ്യണമെന്ന് വിനീതമായി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. കാര്യം ഡ്രൈവർക്ക് റോഡ് സർഫസിനെ പറ്റി ബോധ്യം ഉണ്ടായിരിക്കണം. മഴക്കാലമാണ്, നമ്മൾ പല ആവർത്തി പറഞ്ഞതാണ്. ഈ പിക്കപ്പിന് കുതിരശക്തി കൂടുതലാണ്, എക്സസീവ് സ്പീഡിങ് കൂടുതലാണ്. ഈ പിക്കപ്പുകൾക്ക് മറ്റ് വാഹനങ്ങളെ പോലെ സ്പീഡ് ഗവർണറും മറ്റും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ അവർക്ക് GPS സംവിധാനവും പ്രോപ്പറായിട്ട് ഇല്ല. എൻ്റെ ഒരു അഭിപ്രായവും അപേക്ഷയുമാണ് GPS സംവിധാനവും സ്പീഡ് ഗവർണർ സമ്പ്രദായവും ഈ പറഞ്ഞ പിക്കപ്പുകളിൽ കൂടെ ഘടിപ്പിക്കണം. കാര്യം പിക്കപ്പുകൾ അടുത്ത 5-6 മാസമായിട്ട് കണ്ടമാനം അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതെല്ലാം ഓവർ സ്പീഡിൽ പോകുന്ന വാഹനങ്ങളാണ് മറ്റുള്ളവർക്ക് ജീവന് ആക്കുന്നത്. ബഹുമാനപ്പെട്ട പോലീസ് ഡിപ്പാർട്ട്മെന്റും അതേമാതിരി MVDയും ഈ ഇത്തരക്കാരിൽ ഒരു കണ്ണു വേണം. കാര്യം റോഡെ ആയിരക്കണക്കിന് വാഹനങ്ങൾ ഓടുന്നുണ്ടെങ്കിലും അവരെല്ലാം അപകടകാരികളല്ല. പക്ഷെ അപകടകാരികൾ എന്ന് പറയുന്ന 1-ാം സ്ഥാനത്ത് പ്രൈവറ്റ് ബസ്സും, 2-ാം സ്ഥാനത്ത് ഇങ്ങനെയുള്ള പിക്കപ്പും, 3-ാം സ്ഥാനത്താണ് ടിപ്പർ ലോറികളും ഉള്ളത്. അവരെ കർശനമായി പരിശോധിക്കുകയും അവരെ നിയന്ത്രിക്കുകയും വേണ്ടത് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പരമപ്രധാനമായ ഉത്തരവാദിത്തമാണെന്ന് ഞാൻ അവരെ ഓർമ്മിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. തീർച്ചയായിട്ടും. അതോടൊപ്പം തന്നെ ഈ വളവുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക എന്നുള്ളത്, പലയിടത്തും അത് സൈൻ ബോർഡുകൾ ഉണ്ടാകാറുണ്ട്, ഇല്ലാത്ത സ്ഥലങ്ങളുമുണ്ട്. പക്ഷേ ഈ മുന്നറിയിപ്പുകൾ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. അത് അധികൃതർ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പക്ഷേ ഈ വാഹനം ഓടിക്കുന്നവർ അത് ശ്രദ്ധിക്കേണ്ടതല്ലേ? ഈ വളവുള്ള സ്ഥലങ്ങളാണെങ്കിൽ പ്രത്യേകിച്ച് അതുവഴി സ്ഥിരം പോകുന്ന യാത്രക്കാർക്ക് അത് അറിയാമല്ലോ. അവർ ഈ സ്ഥലങ്ങളിലേക്ക് എത്തുമ്പോൾ ഈ വേഗത കുറയ്ക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. കാര്യം ഒരു നല്ല ഡ്രൈവർ എന്ന് പറയുന്നത് റോഡ് ടെറൈൻ മനസ്സിലാക്കിക്കൊണ്ട് വേണം വാഹനം ഓടിക്കാൻ. കേരളത്തിന്റെ ഒരു പ്രത്യേക റോഡ് ടെറൈൻ ആണ്. കാര്യം നമുക്കെല്ലാം വൈൻഡിങ് റോഡ്സ്, അക്യൂട്ട് കർവ്സ്, കുത്തനെയുള്ള കയറ്റവും ഇറക്കവും, ഇന്റർസെക്ഷൻസ്, പിന്നെ ധാരാളം ബസ് ബേകള്, ബസ് സ്റ്റോപ്പുകള്, അതേപോലെ തന്നെ കണ്ടമാനം സ്കൂൾ സോണുകള്, അതേപോലെ തന്നെയാണ് പ്രായമായ ആൾക്കാർ പള്ളിയിലും അമ്പലത്തിലും പോകുന്ന സമയത്തുള്ള അവരുടെ യാത്ര, പിന്നെ സ്ത്രീകൾ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവരെ സഹായിക്കേണ്ടത്. ഇതെല്ലാം നമ്മുടെ കേരളത്തിലെ ഡ്രൈവർമാരെ കുറെ കൂടി റെസ്പോൺസിബിൾ ഡ്രൈവിംഗ് ആണ് അവർ ചെയ്യേണ്ടത്. അവരുടെ ജീവൻ മാത്രമല്ലല്ലോ, റോഡ് ഉപയോഗിക്കുന്ന മറ്റാർക്കും ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ ഡ്രൈവർമാർക്ക് കഴിയും. അവരത് ചെയ്യണം. കാര്യം പല നല്ല ഡ്രൈവർമാരും ഓരോ ദിവസവും ജീവൻ രക്ഷിക്കുന്ന വീഡിയോ നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഒരു മാതൃക ഡ്രൈവർ ആയിക്കൂടാ, ഒരു അന്തസ്സുള്ള അപകടരഹിതമായ ഡ്രൈവർ ആയിക്കൂടാ എന്ന് ഓരോ ഡ്രൈവറും വിചാരിക്കണം. ഡ്രൈവർ വിചാരിച്ചാൽ മാത്രമേ റോഡ് അപകടങ്ങൾ കുറയുള്ളൂ. കാര്യം 82% റോഡ് അപകടങ്ങളും ഉണ്ടാക്കുന്ന ഡ്രൈവർമാരാണെന്നാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയും സ്റ്റേറ്റ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത്. നമ്മളത് തടഞ്ഞേ പറ്റുള്ളൂ. നമ്മുടെ കേരളം ഒരു കൊച്ചു സ്റ്റേറ്റ് ആണ്. ഇത്രത്തോളം ജനബാഹുല്യവും വാഹന ബാഹുല്യമുള്ള സ്റ്റേറ്റ് വേറെ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അന്തസ്സായിട്ട് ഓടിക്കുകയും അപകടരഹിതമായിട്ട് വീട്ടിൽ എത്തേണ്ട ഡ്രൈവർമാർ റോഡിൽ അപകടത്തിൽപ്പെട്ടാൽ അവരെ വെട്ടിപ്പൊളിച്ചെടുക്കാൻ വരുന്ന ബുദ്ധിമുട്ട്, അതുമൂലം ഉണ്ടാകുന്ന പരിക്ക്, മരണം, അവരുടെ കുടുംബം അനാഥമായി പോകുന്ന ഒരു അവസ്ഥയൊക്കെ ഡ്രൈവർമാർ ചിന്തിക്കണം. അതേപോലെ തന്നെയാണ് റോഡ് ക്രോസ് ചെയ്യുന്ന കാൽനടക്കാര് അമിതമായി വരുന്ന വാഹനത്തിന്റെ മുന്നിലൂടെ ഒരിക്കലും റോഡ് ക്രോസ് ചെയ്യരുത്. മഴയത്ത് ബ്രേക്ക് ചവിട്ടിയാൽ കിട്ടില്ല. മഴയത്ത് വണ്ടി തെന്നി മാറിപ്പോകും. കാര്യം മഴക്കാലത്ത് വാഹനങ്ങളുടെ ടയർ റോഡുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല, ടച്ച് ചെയ്യുന്നില്ല. അത് വെള്ളപ്പാളികളുടെ മുകളിലൂടെയാണ് വാഹനങ്ങൾ ഓടുന്നത്. അതുകൊണ്ടാണ് ആ പിക്കപ്പ് ഇത്രയും സ്കിഡ് ചെയ്ത് പോയത്.
അപ്പൊ അത് ഡ്രൈവർക്ക് ബോധ്യം ഉണ്ടാകണം. അതേപോലെ മറ്റു റോഡ് ഉപയോഗിക്കുന്നവരും ഭാഗ്യം കൊണ്ടാണ് പലരും രക്ഷപ്പെടുന്നത്. എന്നാൽ ശ്രദ്ധിക്കുക, ഇത്തരം പിക്കപ്പിന്റെ പരിസരത്തൂടെ, ബസിന്റെ പരിസരത്തൂടെ നിങ്ങൾ അതീവ ശ്രദ്ധയോടെ വേണം റോഡിലൂടെ നടക്കാനും റോഡ് മുറിച്ചു കടക്കാനും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.